ഒരു MBBS സ്റ്റുഡൻ്റായിട്ടുള്ള ഞാൻ എന്തിനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി? കഥകൾ പറയാനോ? കഥയോ? എന്ത് കഥ? എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തി? ഒക്കെ ചോദ്യചിഹ്നങ്ങളാണ്. ഇനി എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ഒരു പിടുത്തമില്ല. അപ്പോൾ ഇതൊക്കെ പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു പുണ്യാസ് ക്യാൻവാസ് ഓഫ് സ്റ്റോറീസ്. ഇന്നിപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കലി ആദ്യം ഞാനാരെന്ന് പറയാം. എൻ്റെ പേര് പുണ്യകാന്ത. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഞാൻ പഠിച്ചത് വളർന്നൊക്കെ കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ വരെ എല്ലാവരും പോലെ എല്ലാ കാര്യത്തിലൊക്കെ കുറച്ച് ആക്റ്റീവൊക്കെ ആയിരുന്നു. എനിക്ക് ഡാൻസ് കളിക്കാനും ഡാൻസ് ആയിരുന്നു കുറച്ചെങ്കിലും കളിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പലർക്കും അറിയില്ല ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെ. അതുകൂടാതെ എക്സ്റ്റംപറും എലക്യൂഷനും കുറച്ച് ആങ്കറിങ് ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയിരുന്നു. പിന്നെ അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം ആദ്യത്തെ 2 കൊല്ലം കുറച്ചൊക്കെ ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ അത്ര അങ്ങോട്ട് ആക്റ്റീവ് അല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ആൻസറൊന്നുമില്ല, കുറവാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്നും വീട്ടിലമ്മ സ്ഥിരം നമ്മളെല്ലാവരുടെയും വീട്ടിൽ അമ്മമാർ പറയണ പോലെ തന്നെ എന്താ ഉണ്ണിയൊന്നും ചെയ്യാത്തതെന്ന് പലവട്ടം ചോദിക്കുമ്പോഴും എന്താ ഇപ്പം ചെയ്യാമെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് ഡാൻസ് അന്നൊക്കെ കളിച്ചെങ്കിൽ ഇപ്പം എന്നെ കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുമോ? അത് അന്നും ക്ലാസിക്കലാണ് കളിച്ചിരുന്നത്. അപ്പോൾ അധികം സിനിമാറ്റിക്കിലേക്കൊന്നും പോയിട്ടുമില്ല. പിന്നെ പാട്ട് കാലത്ത് കൂടെ ഞാൻ പോകാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്നാണ് സത്യം. പിന്നെ ഇപ്പം പിന്നെ വ്ളോഗിങ് ആണ്. പക്ഷെ വ്ളോഗിങ് അതിന് പറ്റിയൊരു മെറ്റീരിയലാണ് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. വ്ളോഗിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഒന്നത് എഡിറ്റിംഗ് പ്രോപ്പറായിട്ട് അറിയില്ല, പിന്നെ നല്ലൊരു ക്യാമറ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പിന്നെ അങ്ങനെ അതിന് മാത്രം കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ കാണിക്കാനുണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്ക് ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ കുറേ ദിവസമായിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നിങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ഇതേ ലിസ്റ്റിലൊന്നും പെടാത്തതുകൊണ്ട് തന്നെ പോട്ടെ, രാവിലെ എണീക്കുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെ തന്നെ ഒക്കെ എൻ്റെ ലൈഫ് പോക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാനും ഇങ്ങനെ ഇരുന്നു. അപ്പം അങ്ങനത്തൊക്കെ കിട്ടിപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ സ്ഥിരം ഫോൺ കോളിൽ ഞാൻ ശിന്നേശ്വരനോട് കൂടെ ഇങ്ങനെ പല സിനിമകളെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്കുക. അതിനോട് തന്നെ എൻ്റെ അച്ഛൻ കുറച്ചൊക്കെ പാടും. അപ്പം അച്ഛൻ പാടുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പാട്ട് പാടുക മാത്രമല്ല ചെയ്യുക, അതിനെക്കുറിച്ച് കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെയാണല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വർത്തമാനത്തിൽ എന്തോ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിരീടം സിനിമയില്ലേ, അപ്പോൾ കിരീടം സിനിമയുടെ ത്രെഡ് എവിടെ നിന്നാണെന്നുള്ളത് പണ്ട് ലോഹിദാസ് സാർ എഴുതിയതാണ്. അപ്പോൾ ലോഹിദാസ് സാറിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ബുക്ക് ഞങ്ങളെ വീട്ടിലുണ്ട്, കഥയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബുക്കിൽ ഇതിൻ്റെ സ്റ്റോറി ഉണ്ട്, പുള്ളി എങ്ങനെയാണ് ഈ കിരീടം എന്നുള്ള സാധനത്തിൻ്റെ ത്രെഡ് കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെടുത്ത് ഇങ്ങനെയാണ് ഈ കിരീടത്തിൻ്റെ സിനിമയുടെ ത്രെഡ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ കഥ പറയാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോഴാണ് നമ്മുടെ രാഹുൽ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാമർ ഉണ്ട്. പുള്ളി ശ്രീവിദ്യയുടെ ഹസ്ബൻഡൊക്കെയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ കഥകൾ പറയുന്നേക്കാം. പുള്ളിയുടെ കഥകൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ മലയാളികളല്ല, പൊതുവേ നമ്മൾ മനുഷ്യന്മാർക്ക് കഥകൾ കേൾക്കാനും പറയാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടം, കഥ കേൾക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥ കുറച്ച് പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ എന്താ പറയുക, എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇത് റെഡി ആവുമോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചിന്തിച്ചിട്ട് പറഞ്ഞു, നീ അതങ്ങനെ അതിൻ്റെ ഒരു റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിൻ്റെ ഒരു ഹോബി, നിനക്ക് കഥ പറയാൻ ഇഷ്ടമാണല്ലോ എന്നാൽ കുറച്ച് കഥ പറഞ്ഞു, അത്ര നീ ആലോചിച്ചാൽ മതി. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ, കുറച്ച് കഥകൾ എനിക്കിഷ്ടമുള്ള കഥകൾ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ കിരീടത്തിൻ്റെ കഥ തന്നെ പറഞ്ഞു തുടങ്ങാം. കിരീടത്തിൻ്റെ കഥ അതുപോലെ തന്നെ കിരീടവും ചെങ്കോലും കൂടി ഒരുമിച്ച് പറയാം അല്ലേ. കിരീടവും ചെങ്കോലും ഉണ്ട്. പിന്നെ അത് കൂടാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് കഥകളുണ്ട്. നമ്മുടെ വില്യം ബർക്ക് MBBS സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ കുറച്ച് ആ കഥകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ഫോറൻസിക്കിൽ ഞാനിങ്ങനെ പണ്ടിങ്ങനെ വായിച്ച സമയത്ത് വില്യം ബർക്ക് ഇത് ആരാന്ന് ആലോചിച്ച് ഞാൻ കുറേ പുറകെ പോയിട്ടുണ്ട്. അങ്ങനെ ആ കഥകൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചുള്ള കഥകളുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എയറോപ്ലെയിനൊക്കെ ഭയങ്കര ക്രേസുള്ളതാണ്. അപ്പോൾ പ്ലെയിനിൻ്റെ ലാൻഡിങ് ഗിയറിൽ ഇരുന്നിട്ട് ആൾക്കാർ സഞ്ചരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്താണെന്നറിയാൻ വേണ്ടി ചെയ്തപ്പോൾ അത് കുറേ ആൾക്കാർ അങ്ങനെ പോകാറുണ്ടെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇന്ത്യൻസ് പോയൊരു കഥ ഉണ്ട്. അപ്പോൾ ആ കഥ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിച്ചാൽ ഹേർട്ടിങ് ആണ് സ്റ്റോറി.
അപ്പോൾ അങ്ങനെ കുറച്ച് കഥകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ഇതൊക്കെ പറയാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിങ്ങനെ തുടങ്ങുന്നത്. ഒന്നാമത് ഫൈനൽ ഇയർ ആണ്, 6 സബ്ജക്റ്റ് ഉണ്ട്, എന്താവും ഏതാവും ഒരു പിടുത്തമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം പോസിബിളാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഹോബി, അത്രയും ഞാനിതിനെ ആ ഒരു ഹോബി എനിക്കിഷ്ടം ഉള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു കാര്യം, അത്രയും ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. നമുക്കിപ്പോൾ MBBS ആണ്, ഫൈനൽ ഇയർ ആണ്, 6 സബ്ജക്റ്റ് ഉണ്ട്. ചെറിയ പണിയൊന്നുമില്ല, അത്യാവശ്യം നല്ല പണി തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് ഹോബിയായിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടാം. ചാനലിൻ്റെ പേര് പുണ്യാസ് ക്യാൻവാസ് ഓഫ് സ്റ്റോറീസ് എന്നാണ്. എപ്പോഴും ഓൾവേസ് യു ആർ വെൽക്കം. കഥകൾ കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഓക്കെ ഈ കഥ എനിക്ക് കേട്ടാൽ കൊള്ളാം അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. അപ്പം ഞാനൊക്കെ എനിക്കറിയുന്ന കഥയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാക്കിയിട്ട് എൻ്റെ കഥ പറയുന്ന ശൈലി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോറി, ലൈക്ക് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത്. ഞാൻ അടുത്ത കഥ നമുക്ക് തീർച്ചയായിട്ടും എന്തായാലും എന്നെ അവിടെ എത്തിച്ചത് ഈ കഥയാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത കഥ ഉണ്ടാക്കാം. കിരീടത്തിലെ കഥ തന്നെയാവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച് ചെയ്തിട്ട് എന്ത് കഥ കിട്ടുന്നോ അതിനനുസരിച്ചൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഷിഹാനാണ്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് എന്നാൽ ഷിഹാൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഷിഹാൻ്റെ കൂടെ ഉള്ളത് പിക്കാച്ചു ഇതെൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്സ് ഗിഫ്റ്റ് എന്നാണ് ഇതിന് നമ്മൾ തൽക്കാലത്തേക്ക് പേരിട്ടേക്കുന്നത് ജുവാൻ എന്നാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. സോ വെൽക്കം ടു പുണ്യാസ് ക്യാൻവാസ് ഓഫ് സ്റ്റോറീസ്. ഇഷ്ടമായെങ്കിൽ എന്തായാലും കൂടെ കൂടണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.